Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മളുടെ ചാനലിലൂടെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ചൈനീസ് ഡിഷാണ് ചില്ലി ചിക്കൻ. നമ്മളുടെ നാട്ടിൽ എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടമുള്ളൊരു അടിപൊളി ഡിഷാണ് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ്റെ പല വേർഷനുള്ള റെസിപ്പീസ് നമ്മളുടെ യൂട്യൂബിലുണ്ടെങ്കിലും അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പിയും ഒറിജിനൽ ചൈനീസ് ചില്ലി ചിക്കൻ അല്ല, ഇൻഡോ ചൈനീസ് ചില്ലി ചിക്കൻ ആണ് നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒറിജിനൽ ചൈനീസ് ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും. ഇത് ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന റെസിപ്പിയായിട്ട് സിമിലർ ആണ്, ബട്ട് ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ചൈനീസ് ചില്ലി ചിക്കനിൽ ഇവർ ഒരിക്കലും കെച്ചപ്പ് ഉപയോഗിക്കത്തില്ല. കെച്ചപ്പ് എന്ന് പറയുന്ന ഐറ്റം തന്നെ ഇതൊരു കോണ്ടിനെന്റൽ സോസ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഒറിജിനൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ അടിപൊളി വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് നമുക്ക് മിസംബ്ലേസ് റെഡിയാക്കാം. മിസംബ്ലേസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായി തന്നെ നമുക്ക് ഗാർലിക് നല്ല രീതിയിൽ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേമാതിരി തന്നെ ജിഞ്ചർ നമുക്ക് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അടുത്തതായിട്ട് ബെൽ പെപ്പർ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം. നമുക്ക് ബെൽ പെപ്പേഴ്സ് ഒന്ന് ജൂലിയനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്നിനും ഇതുമാതിരി തന്നെ നമുക്ക് ജസ്റ്റ് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ആണ്. ചിക്കൻ തൈസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിക്കൻ തൈസ് ഒരു മീഡിയം സൈസിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സൈസിലാണ് ഇന്ന് ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് സൈഡിൽ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് തന്നെ ഒരു എഗ്ഗ് ക്രാക്ക് ചെയ്ത് ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്, ആവശ്യത്തിന് സോൾട്ട്, ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 75 ഗ്രാം കോൺ സ്റ്റാർച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഞാനിത് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ ഒഴിച്ച എണ്ണ ഇവിടെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഇടാം. നമ്മൾ ഇടുമ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് ഗ്യാപ്പ് ഇട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ലാഡിൽ കൊണ്ട് ഇളക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കുവാണെങ്കിൽ നമ്മളുടെ മാരിനേഷൻ ചിക്കനിൽ നിന്ന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ നല്ല രീതിയിലൂടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ, ഈ കളറാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഈ കളർ ആവുന്നതിനും നമുക്ക് അടുത്തായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ ചില്ലി ചിക്കൻ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാന്നുള്ളത് അടുത്തായിട്ട് നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് നന്നായിട്ട് നമുക്ക് സോത്തെ ചെയ്യാം. നമ്മളിട്ട ഗാർലിക് ചെറിയ രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഒനിയൻ ഇതിലേക്ക് ഇടാം. ക്യാപ്സിക്കം ഒനിയൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം ഒനിയൻ ഇട്ട് അപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്ത കുറച്ച് പെപ്പർകോൺ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മളിട്ട ക്യാപ്സിക്കം ഒനിയനും ചെറുതായിട്ടൊന്ന് കുക്കായതിനു ശേഷം അതിലേക്ക് നമുക്കൊരു 20 ml സോയ സോസ് ഒഴിക്കാം. സെയിം ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിക്കുക. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മളൊരു 50 ml വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ ഡ്രൈ ചില്ലി ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ചപ്പാത്തിയിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ കഴിക്കാനായിട്ട് ഗ്രേവി ആയിട്ടാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി ഒഴിക്കുക. നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 സ്പൂൺ കോൺ സ്റ്റാർച്ച് കലക്കി ഇതിലേക്ക് ഒഴിക്കാം. കോൺ സ്റ്റാർച്ച് ഒഴിച്ച ഉടനെ അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ലംസ് വരും. ലംസ് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ സോസ് നല്ല തിക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ കട്ടി വെച്ച സ്പ്രിംഗ് ഒനിയനും കൂടെ ഇതിലേക്ക് ഇടാം. സ്പ്രിംഗ് ഒനിയൻ ഇട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം.
നമ്മൾ അടുത്തായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്, കാണാൻ നല്ല ലുക്കാണ്. അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ, കുറച്ച് ഐഡിയാസ് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് കൊടുക്കുക. അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇതുമായിട്ട് വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും സെയിം ടൈമിൽ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ കുക്കിംഗ് വീഡിയോസ് കാണുവാനും പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ടും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു പുതിയ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ.